ഇൻകുലാബിൻ മക്കൾ നമ്മൾ, വിപ്ലവത്തിൻ വിത്തുകൾ നമ്മൾ. തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല, നമ്മൾ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. വിപ്ലവത്തിൻ വിത്തുകൾ നമ്മൾ, തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല, നമ്മൾ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. പ്രധാനപ്പെട്ട റിക്വസ്റ്റ് കമ്മീഷൻ തന്നെ ഇതിനൊരു മാറ്റത്തിന് മുൻകൈ എടുക്കണം എന്നതാണ്. എന്തായാലും ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഞങ്ങളുടെ നഷ്ടം ഒരുപാട് വലുതാണ്. അത് കമ്മീഷൻ ബോധിപ്പിക്കുക. അതിനകത്ത് കൂട്ടിച്ചേർത്ത് ഞാൻ പറയുന്നത് ഒരു രീതിയിലും നമ്മൾ അങ്ങനെ ഒരു നഷ്ടം വരുത്തണം എന്ന് വെച്ചിട്ട് വന്നതല്ല. സ്വാഭാവികമായിട്ടും ഉള്ള കാര്യങ്ങൾ നോക്കിയ ശേഷം അതിനകത്തുള്ള ഏതൊക്കെ മാറ്റങ്ങൾ ഏതൊക്കെ വരണം. പക്ഷെ ഫീൽഡ് റിയാലിറ്റി ഇതാണ്. പഞ്ചായത്ത് ജീവനക്കാർ വളരെ വില കൊടുക്കേണ്ടതുള്ള ഒരവസ്ഥയിലാണ്. സബോർഡിനേറ്റ് സർവീസിനകത്തുള്ള ജീവനക്കാർ അതിന് മുകളിലേക്ക് പോകില്ല. സെക്രട്ടറി തസ്തികയിലുള്ള ജീവനക്കാർ മുകളിലേക്ക് പോകില്ല. അത് ഡാറ്റ വെച്ച് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കും. ജില്ലാ തലത്തിലുള്ള മുഴുവൻ ഒരു പ്രത്യേക വകുപ്പിൽ നിന്ന് വരാൻ വേണ്ടി അതായത് വിഇഒ ക്ലർക്ക് അതേപോലെ ബ്ലോക്ക് ചില മേഖലകളുണ്ട്. റീവർക്ക് ചെയ്യാവുന്ന ചില ഏരിയകൾ നമുക്ക് എങ്ങനെ ഏത് രീതിയിലാണ് 50% സെക്രട്ടറി തന്നെ എഴുതി വെച്ചാൽ മുകളിലേക്ക് ഈ പറയുന്ന ജീവനക്കാരനെ കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. അത് ഇത്ര നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്താ സാർ? മറ്റൊരു വകുപ്പിലും ഇല്ലാത്ത ഇത്രയും ഡെപ്യൂട്ടി കളക്ടർമാരുടെ പിന്നെ എന്തായാലും ഒരു സെക്രട്ടറി ആയിട്ട് ഒരാൾ പുതിയതായിട്ട് പോസ്റ്റ് ചെയ്യപ്പെട്ടാൽ എത്ര നാളെടുക്കും ഈ പഞ്ചായത്തിന്റെ പെൻഷനെ പറ്റി പഠിക്കാൻ? നിരവധി പ്രമോഷനായി വരുന്നതിനെ സംബന്ധിച്ച് വല്ല സമയം വേണം. അവർക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ ഈ ഇതൊരു പൊതു ഡിബേറ്റിന് വേണ്ടി തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അതിനകത്തുള്ള ജെന്യൂനായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഈ പറഞ്ഞ ജെന്യൂനായിട്ട് ഇഷ്യൂസാണ്. അപ്പം അത് മാത്രമല്ല ഈ ഒരു ഇതുണ്ട്. അത് നമ്മള് ആ രീതിയിൽ നമുക്കിപ്പോഴും ചെയ്യാൻ പറ്റും. പക്ഷെ അത് പിന്നെ സജഷൻ വരുന്നതനുസരിച്ച് വാക്കാൻസറിലേക്ക് പോകാനൊരു കേസാണ്. പിന്നെ അതേപോലെ ബ്ലോക്കിലുള്ള എങ്ങനെ ഇന്റർചേഞ്ചബിൾ ആവുന്ന പഞ്ചായത്ത് ഹാൻഡ്രേഡിന്റെ കേസുകളുണ്ട്. നിലവിൽ ഒരേ സ്കെയിലുള്ള ആളുകൾ നമുക്ക് അതിനകത്ത് ചില പോയിന്റുകൾ നമ്മൾ തന്നെ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഇത് ഇപ്പം ചർച്ചയ്ക്കുള്ള ഒരു കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ കൂടുതൽ ആഴത്തിൽ അത് പഠിച്ചിട്ട് അത് തുറന്ന് വരുന്ന ദിവസങ്ങളിൽ, കാരണം ഇതിന്റെ ഈ ഒരു സമയം എന്ന് പറയുന്നത് പരമാവധി നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവരുടെ താല്പര്യം പരമാവധി പ്രൊട്ടക്ട് ചെയ്ത് ചെയ്യിക്കാൻ കിട്ടുന്ന അവസരം സമയം. അപ്പൊ മേബി ഒരു മാസത്തിനുള്ളിലൊക്കെ അതേപോലെ നല്ലൊരു ചെയ്യാൻ സാധ്യതയാണ്. അവരും കൂടെയാണ് ഇപ്പൊ അത് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ ഫൈനൽ ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ കൂടി അഡ്രസ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പൊ അത് നമ്പറിന്റെ ഒരു ക്ലാരിറ്റി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വെച്ചാൽ പഞ്ചായത്ത് വലിയൊരു ഫോഴ്സാണ്. റേഷ്യോ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക് സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടുന്നൊരു ഇതുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ടൊരു ഡാറ്റ വന്ന് മാത്രം അതിന്റെ ഒരു ക്ലിയർ പിക്ചർ വരും. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനുസരിച്ച് വരുന്ന ഡിസ്പാരിറ്റി അനോമലീസ് അതൊക്കെ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആവില്ല. പിന്നെ ഈ ബോഡി ഡിപ്പാർട്ട്മെന്റിനകത്ത് പോയി അവരാണ് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും പ്രോസസ് ഇനിയും കിടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇതിനകത്ത് ഒറ്റ കാര്യം ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ പഞ്ചായത്ത് ജീവനക്കാരെ വല്ലാതെ അപമാനിച്ചതായിട്ട് തോന്നുന്നത് പ്രമോഷൻ അങ്ങനെ ആ മേഖലകളിലുള്ള വികാരമാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഈ കരട് റിപ്പോർട്ട് നല്ലൊരു ഉദ്ദേശമേ നമ്മൾ സ്വപ്നത്തിൽ പോലും കുഴപ്പമില്ല സാർ പറയണോ നമ്മൾ അംഗീകരിക്കും. പക്ഷേ പ്രോസസ് തന്നെ ഈ ഒരു എങ്ങനെ ചർച്ച നമ്മൾ അകത്തുള്ള പലതരം അഭിപ്രായങ്ങള് അതൊരു സ്ഥലം മാറ്റം ഓൺലൈൻ ആക്കണമെന്നത് പഞ്ചായത്ത് ജീവനക്കാർ ഹൃദയം കൊണ്ട് വളരെ കാലമായി ആഗ്രഹിക്കുന്നതാണ്. ആരെതിർത്താലും എത്ര ശക്തമായി എതിർത്താലും ഞങ്ങൾ ഈ പോരാട്ടം നിർഭയമായി. ഇപ്പം നമ്മളെല്ലാവരും ബേസിക്കലി തൊഴിലാളി ജീവനക്കാർ ആണ്
നമ്മുടെ ഡ്രാഫ്റ്റ് ചെയ്യുന്നയാൾ പോലും അദ്ദേഹം PSC-യുടെയും UPSC-യുടെയും ഒക്കെ അതിന്റെ പരമാവധമായ ഇതിന്റെ പറയും. നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരുപാട് ആശയങ്ങളുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹം ചെക്ക് ചെയ്യില്ല. അപ്പൊ അതിന് കൃത്യമായി ജീവനക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ ഈ നമ്പറിന്റെ ഈ റേഷ്യോയിലുള്ള സാധ്യത വരുന്നത് ആ ഡാറ്റയുടെ നിലവിലുള്ള ഒരു അപൂർണതയുണ്ട്. അപ്പൊ അത് വരുന്നതോടെ അതിനകത്തുള്ള ഇംപെർഫെക്ഷൻസ് ഒക്കെ നമ്മളത് പരിഹരിക്കും. അപ്പൊ അതിൽ ബേസിക്കലി വരുന്നത് സാർ അവിടെ നമ്മൾ കഴിഞ്ഞ പ്രപ്പോസൽ ഞാൻ അന്ന് ചർച്ചയിലുണ്ടായിരുന്നു. നമ്മൾ കൃത്യമായി പറഞ്ഞത് ആക്ച്വൽ റേഷ്യോ വേണം എന്നുള്ളൊരു സംഭവം പറഞ്ഞത് അല്ല പറഞ്ഞിരുന്നു. ഇത് അത് ഇല്ലെങ്കിൽ നമ്മള് അത് ചർച്ച ചെയ്തത് നിങ്ങൾ പറഞ്ഞത് അനലൈസ് ചെയ്തത് എല്ലാ പ്രപ്പോസലിലുള്ള നിങ്ങൾ വന്നിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് നമ്മൾ മെട്രിക്സ് ഉണ്ടാക്കിയിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ കാറ്റഗറി ആളുകൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ വെച്ചാൽ ജനറലി അത് നമ്മൾ പഴയ ആളുകൾ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ലീഗലി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ അതിന്റെ പഴയ ആളുകൾ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ സേഫ് എന്ന് പറയുന്നത് അതൊരു പെർസെന്റേജ് ആയിട്ട് വെക്കുന്നതാണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഇതാണ്. ഇനിയിപ്പം കൂടുതൽ കൺസൾട്ടേഷൻ വേറെ രീതിയിൽ ഇപ്പൊ നമ്മളിപ്പം പ്രിൻസിപ്പൽ ഡയറക്ടർ കൊടുത്തു. അപ്പൊ ഇനി നമ്മൾ മാത്രമല്ല കൺസൾട്ട് ചെയ്യുക, അവരും കൺസൾട്ട് ചെയ്യും. ഗവൺമെന്റിന്റെ രീതിയിൽ കൺസൾട്ടേഷൻ. അപ്പൊ പല രീതിയിൽ ഇപ്പൊ സംഘടനകൾക്ക് ഓൾറെഡി എല്ലാ സംഘടനകളും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരുടേതായ നിർദ്ദേശങ്ങൾ വരും. അപ്പൊ ഇതൊക്കെ തന്നെ വെച്ചുകൊണ്ട് മാത്രമേ ഒരു ഫൈനൽ ഇതിലേക്ക് പോകും. അത് നമ്മൾ വിചാരിക്കുന്ന ഒന്നാണ്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ അതായത് ഗ്രാമോത്സവം അത്രയും ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിനകത്ത് ഇപ്പൊ ഉണ്ടായിരുന്ന പലർക്കും കൂടി നഷ്ടപ്പെടുന്നതാണ്. ഏകീകരണം സ്വാഭാവികമായിട്ട് ചില നഷ്ടങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർക്ക് വലിയ ഡിപ്പാർട്ട്മെന്റുമാരെയും സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് ഈ ഉള്ളത് കൂടി വളരെ വലിയ നഷ്ടം. ക്ലർക്കുമാരുടെ കാര്യം തന്നെ വിഒമാര് തൊട്ട് മുകളിൽ അതിനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ വിഒയും പ്രൊട്ടക്ട് ചെയ്ത് മുകളിലേക്ക് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ലർക്കുമാരെ പരിഗണിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് 3600ഓളം ക്ലർക്കുമാർക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല. അപ്പൊ അവര് ഇപ്പോഴും തന്നെ 5-6 വർഷം കഴിഞ്ഞാണ് ഒരു പ്രൊമോഷനിലേക്ക് വരുന്നത്. അതുകൂടി ഒരു 8 വർഷത്തോളം നീളുന്ന ഒരു സാഹചര്യമാണ്. അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാം. പക്ഷെ അതിനകത്ത് വന്നിരിക്കുന്നത് വെച്ചാൽ അവർ ഓൾറെഡി സ്കെയിൽ ഒരു 1000 രൂപയുടെ മുകളിലാണ് പ്രൊപ്പോസലിൽ ഞങ്ങൾ അത് നേരത്തെ മുൻകൂട്ടി കണ്ടു തന്നെ ഞങ്ങൾ ഒരു പ്രൊപ്പോസൽ വെച്ചിരുന്നു. അതിൽ ഞങ്ങൾ പറഞ്ഞത് വിഒ എന്ന് പറയുന്നത് ഒരു സാങ്കേതിക വിഭാഗം ജീവനക്കാരാണ്. അതിൽ തന്നെ ഫണ്ടമെന്റലി കമ്മീഷൻ നമ്മളിതിന്റെ ഒരു നയപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് രൂപീകരിച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാടനുസരിച്ചിട്ട് LSGD-ക്കകത്ത് ഇനി മുതൽ അങ്ങനെ LSGD എന്ന് പറയുന്നത് ഇപ്പം LSGD അസിസ്റ്റന്റ് എന്ന് നമ്മളിപ്പോ പറയുന്നത്. അസിസ്റ്റന്റ് എന്തുകൊണ്ടാണ് പറയുന്നത്? അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ലോക്കൽ ഗവർണൻസിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അത് സെപ്പറേറ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസോ അല്ല. അത് ഡെവലപ്മെന്റ് ഫംഗ്ഷൻ എല്ലാവരും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് പോളിസി ഉണ്ടാവും. അതൊക്കെ കുറച്ച് ഇനി വരേണ്ട കാര്യമില്ല. അപ്പൊ ആ രീതിയിലുള്ളത് വരുമ്പോൾ ഈ ഡിഫറൻസ് അതായത് വിഒ അല്ലെങ്കിൽ ഇങ്ങനെ ഇന്നും നിലവിലുള്ള ഡിഫറൻസ് പുതിയ ഇതിനകത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഈ റൂൾ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വിഒ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിയമനമില്ല. വിഒ എന്ന് പറയുന്ന ആ ഒരു അവര് അതിൽ നിന്ന് മാറി വിഒ അത് urban-നും ബാധകമാകും. അതിനകത്ത് പഞ്ചായത്തിലുള്ള ഇപ്പം നിലവിലുള്ള പഞ്ചായത്തിൽ ഒരുപാട് ക്ലർക്കുമാര് അവര് പറയുന്നത് അവർ LSGD അസിസ്റ്റൻസുമാരാവുകയും ഇതിനകത്ത് നിലവിലുള്ളവർക്ക് അത് അതിനകത്ത് ട്രെയിനിങ്ങിന്റെ ഒരു എലമെന്റ് ഒക്കെ പഠിച്ചു. അങ്ങനെയാണ് സാർ വേറൊരു കാര്യം ചോദിച്ചത്. ഇപ്പൊ വിഒമാരെ ശമ്പള സ്കെയിലിൽ 1000 രൂപ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് അവരെ ഇങ്ങനെ പരിഗണിച്ചതെന്ന് പറയും. അപ്പൊ നമുക്ക് തിരിച്ച് ഈ പറയുന്ന അസിസ്റ്റന്റിന് അതായത് ക്ലർക്കിന്റെ ശമ്പള സ്കെയിലിൽ 1000 രൂപ കൂട്ടിയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ. പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ വെച്ചാൽ അത് നമ്മൾ അങ്ങനെ എഴുതി വെച്ചു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ അടുത്ത് 7000 പേരുടെ ഒരു സാധനം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് നമുക്ക് നിങ്ങളായാലും സംഘടനകളായാലും ഗവൺമെന്റിന്റെ അടുത്ത് മിനിസ്റ്ററുടെ അടുത്തും ഒക്കെ പറഞ്ഞിട്ട് ഈ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. അല്ലാതെ റേഷ്യോയിലുള്ള വേറൊരു സൊല്യൂഷൻ വരാം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രപ്പോസലിന്റെ പരിമിതിയുണ്ട്. അത് വെച്ച് ചെയ്തു. പക്ഷെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഈ ഒരു പ്രപ്പോസൽ ചർച്ചയ്ക്ക് വേണ്ടി പോകുന്നത്. ആ ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടല്ലോ വരുന്നത് നിങ്ങളുടെ ഒരു പ്രഷർ ഒരു ലോബിങ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അതിന്റെ ഒരു നെഗോഷിയേഷൻ. അപ്പൊ അത് അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വളരെ ജെന്യൂനായിട്ടുള്ള വളരെ വളരെ നമ്മളൊരു ജെന്യൂനായിട്ട് തന്നെ എടുക്കും. അപ്പൊ ആ ഒരു വികാരം പ്രകടിപ്പിക്കുന്നു. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് രണ്ടാമത് എങ്ങനെ ഫോർമുല റിവോൾവ് ചെയ്യാം. അപ്പൊ ഞാൻ
ദയവായി പറയുന്നത് വെച്ചാൽ നിങ്ങളത് കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും എന്നിട്ട് അതിന്റെ അകത്ത് ഇത്തരം ഗ്രേ ഏരിയാസ്, ചില ഗ്രേ ഏരിയ ഉണ്ടാവും. അത് ഇതൊന്നും വെച്ചൊന്നും മനസ്സിലാക്കില്ല. ഇന്ത്യയിൽ വേറെ ആരും ചെയ്യാത്തൊരു ഏർപ്പാട് എനിക്കറിയില്ല. ലോകത്ത് തന്നെ ഇങ്ങനത്തെ ഒരു 5 ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനത്തെ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നോർമലി ഒരു കേസ് ഇവിടെ നമ്മൾ കേസ് പോലെ വരുമ്പോൾ ഉണ്ടാകുന്ന നോർമലി എത്ര വർഷമായത് ഇങ്ങനെ എന്നിട്ട് ഫൈനൽ രൂപത്തിലെത്തുന്നില്ല. അപ്പൊ സ്വാഭാവികമായി വരുന്ന അനോമലീസ് ഉണ്ട്. അതെന്തായാലും വരും. അടുത്ത ഡ്രാഫ്റ്റ് ചെയ്തിട്ട് പിന്നെയും ചിലപ്പോൾ ചില കാര്യങ്ങൾ വന്നേക്കാം. അത് ലോ ഡിപ്പാർട്ട്മെന്റിലേക്ക് പിന്നെ അത് പോകും. അപ്പൊ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിനകത്തുള്ള ഒരു ഫൈനൽ രൂപത്തിലേക്ക് എത്തും. അപ്പൊ അത്രയും സമയം നമ്മൾക്ക് എല്ലാവർക്കും ഇതിനകത്തൊരു അവസരമുണ്ട്. നിലവിലുള്ള ഇതിന്റെ ഒരു ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അഥവാ പഞ്ചായത്തിലെ ഒരു പ്രത്യേക വിഭാഗ ആളുകൾക്ക് അതിന്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കണം. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടത് നമ്മളിതിന്റെ അടിയിൽ ശരിക്കും വലിയൊരു ഫൗണ്ടേഷൻ സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനെ അത് നിയമപരമാണ്. അതിനകത്ത് ഡാറ്റയുണ്ട്, പല കാര്യങ്ങളുണ്ട്, ഫങ്ഷണൽ ആയിട്ടുള്ള ഇന്റഗ്രേഷനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സസൈസ് അടിസ്ഥാനപ്പെടുത്തി അത് ചെയ്തിരിക്കുന്നു. പക്ഷെ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഒരു രീതിയിൽ മാറിക്കൂടാന്നുള്ളതല്ല. അപ്പൊ അതിനകത്ത് ഇത്തരം വരുന്ന ചില ഏരിയയിൽ വരുന്ന പ്രശ്നങ്ങളെ ആ ഫോർമുല നമുക്ക് റിവർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം ഏരിയ ഏതൊക്കെയാണ്, ഏതൊക്കെ വിഭാഗങ്ങളാണ്, അതിപ്പോ 20 പേർക്കായപ്പോൾ വളരെ 20 പേർക്കെങ്കിലും വളരെ അവർക്ക് ഒരു നീതി വളരെ രീതിയിൽ നിഷേധിക്കപ്പെടുന്ന തോന്നൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഡീറ്റെയിലിൽ പലപ്പോഴും പോകാൻ പറ്റില്ല. അത് അവരെടുത്ത് അതിനുവേണ്ടിയാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്ലോഡ് ചെയ്തത് തന്നെ നമ്മൾ പറഞ്ഞു. കാരണം വെച്ചാൽ ഇതൊരു ചർച്ച നടക്കണം. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഇത് കുറേ കൂടി ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു വളരെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുന്ന ഒരു ഇതായിട്ട് വരുമ്പോൾ മാത്രമേ ഭംഗിയെ നടത്താൻ പറ്റും. ആരും ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ജീവനക്കാർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് വെച്ചാൽ ആരും നടത്തില്ല. പബ്ലിക്കിന്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ജീവനക്കാരുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. രണ്ടും ഒരു സമാനതയിൽ ഉള്ളതാണ്. അതിന്റെ ഒരു ബാലൻസ് നമ്മൾ ഉണ്ടാക്കും. ഇപ്പൊ പറഞ്ഞത് നമ്പർ 1. നമ്പർ 2, ഇതിന്റെ മലയാളം പരിഭാഷ നിലവിലില്ല. എന്താണ് ഇതിന്റെ അവസ്ഥയാണെന്ന് വ്യക്തമായിട്ട് പഠിക്കാൻ ഇപ്പോഴും പലർക്കും കഴിഞ്ഞിട്ടില്ല. 3, സാറിന്റെ ഉദ്ദേശം അല്ല, നമ്മുടെ ഗവൺമെന്റ് ഉദ്ദേശം ശരിയാണ്. ഈ ഗവൺമെന്റിന് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇന്റഗ്രേഷൻ നിലനിൽക്കൂ. ഇതിലൊന്നും യാതൊരു തർക്കവും വേണ്ട. അത് വിഷയം തന്നെ സാർ. ഞങ്ങൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വിഷയം തന്നെയാണ്. അതിൽ അടുത്ത കണ്ടിന്യൂറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അതാ. പക്ഷെ ഞങ്ങൾക്ക് ഗ്യാരണ്ടി വേണ്ടേ? ഞങ്ങളുടെ സർവീസ് ഗ്യാരണ്ടി വേണ്ടേ? ഞങ്ങളുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകണ്ടേ? നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് ഗ്യാരണ്ടി വേണം. അത് സർവകക്ഷി യോഗം വിളിച്ച് നിങ്ങൾ വെട്ടുമൊഴിക്കപ്പില്ല തീരുമാനം എടുപ്പിക്കണം. ഗവൺമെന്റിന് ഒരു മുന്നണിയിട്ട് അവരുടെ മാനിഫെസ്റ്റോയിലുള്ള കാര്യം അവരുടെ ഗവൺമെന്റ് നടപ്പാക്കാന്ന് പറഞ്ഞു ഗവർണറുടെ നയപ്രഖ്യാപനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും അംഗീകരിച്ചതാണ്. അത് ജോലി ചെയ്യാൻ ഞങ്ങൾ ഏൽപ്പിച്ചു. ഞങ്ങൾ ആ ജോലി വളരെ പരമാവധി വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ആ ജോലി ചെയ്തത്. അതെനിക്ക് യാതൊരു സംശയമൊന്നുമില്ല. അപ്പൊ അത് ഇതിന്റെ ഒരു ടീമിന്റെ ഒരു ലീഡർ എന്ന രീതിയിൽ എനിക്കത് പറയാൻ പറ്റും. നമ്മളിതിനകത്ത് എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ ടൈമുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ടൈം വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇനിയും പെർഫെക്റ്റ് ആക്കാം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ ആയിട്ട് ചർച്ച നടത്തി വേണമെങ്കിൽ ഇത് ഫൈനലൈസ് ചെയ്യാം. പക്ഷെ അത് ഗവൺമെന്റിന്റെ ഒരു ഭാഗമാകുമ്പോൾ ഗവൺമെന്റിന്റെ ഡെഡ് ലൈൻ ഉണ്ടാവും. അപ്പൊ അത് നമ്മളെന്ത് ചെയ്യും, ഒരു അപ്ലോഡ് ചെയ്യാൻ ഒരു പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ഉണ്ടായി. പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് വരുന്നത് ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ പാർട്ടിനാണ്. അപ്പൊ അത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ പരിഹരിച്ചുകൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ടേക്ക് പോകും. അപ്പൊ അത് ഏതൊക്കെ അത് ഈ ഒരു പേസ് എന്ന് പറഞ്ഞാൽ ഓരോ പേസിനും ഓരോ പ്രത്യേകതയുണ്ട്. ഈ ഒരു പേസിൽ നമ്മൾ ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കി ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരം പ്രശ്നം എന്ന് വരുന്നത് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലേക്കാണ് കൊടുക്കേണ്ടത്. ഇതിന്റെ ഫോർമൽ രൂപം എന്ന് പറയുന്നത് നമ്മൾ കൈമാറിയതാണ്. പക്ഷെ അവരത് കൺസോളിഡേറ്റ് രണ്ടാമത് കമ്മീഷനോട് ആവശ്യപ്പെടുകയാണ് റിവോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലേക്ക് അതിന്റെ കോപ്പി നമുക്ക് തന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രത്യേക ഏരിയയിൽ ഏതൊക്കെയാണോ ഏതൊക്കെ രീതിയിൽ ഫോർമൽ എന്തൊക്കെ റീവർക്ക് ചെയ്യണം, ചിലത് കംപ്ലീറ്റ് അവിടെ ചെയ്യാൻ പറ്റുമോ, എല്ലാം നിയമപരമായി നമ്മുടെ ലോയുടെ ആളുണ്ട് അദ്ദേഹത്തോട് ചോദിക്കും. അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഈ സാധാരണ സ്പെഷ്യൽ കോഴ്സ് ഉണ്ടാക്കിയ അതാണ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെയാണെങ്കിൽ 5 വകുപ്പുകൾ ഏകീകരിക്കാനാണ് നിശ്ചയിക്കുന്നത്. ആ ഏകീകരിക്കുന്നതിന്റെ സ്പെഷ്യൽ കോഴ്സ് ഉണ്ടാക്കേണ്ട ചുമതലയെ നിലനിൽക്കുന്നു. പക്ഷെ അതിന്റെ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് അധ്യക്ഷനാണ്. അതുകൊണ്ടാണ് മന്ത്രിസഭ ഒരു പ്രിൻസിപ്പൽ ഡയറക്ടർ നിയമിച്ചത്. അപ്പൊ ആ പ്രിൻസിപ്പൽ ഡയറക്ടറാണ് ഏകീകൃത വകുപ്പിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹമാണ് ഇതിന്റെ ഫോളോ അപ്പ് എല്ലാം ചെയ്യുന്നത്. അദ്ദേഹം ഇത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത് ഞങ്ങൾ കൊടുത്തതിന്റെ ഒരു കരടാണ്.
അദ്ദേഹം കൊടുക്കുന്നത് വേറൊരു കണ്ടാണ്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് നമ്മളുമായിട്ട് കമ്മീഷനുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഗവൺമെന്റ് പ്രിൻസിപ്പൽ ഡയറക്ടർ കൊടുത്തിട്ടുള്ള ഡയറക്ഷനുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗവൺമെന്റ് ആണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സ്പെഷ്യൽ റൂൾസിനെ സംബന്ധിച്ച് പറയുന്നത് PNRB ഇറക്കിയ ചട്ടപ്രകാരം എന്താണ് ചെയ്യേണ്ടത്? എല്ലാ സർവീസ് സംഘടനയും ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ എല്ലാ സർവീസ് സംഘടനകൾക്കും 14 ദിവസത്തിന് മുമ്പ് കരട് ചട്ടം കൊടുത്തിട്ട് അവരുടെ എല്ലാ അഭിപ്രായങ്ങളും വാങ്ങി ഇൻ ദി പ്രസൻസ് ഓഫ് EAD സെക്രട്ടറി ആൻഡ് ലോ സെക്രട്ടറി എന്നിട്ട് ആ മിനിറ്റ്സ് സഹിതം അവർക്ക് കൊടുത്തു വേണം ഫൈനലൈസ് ചെയ്യാൻ. അപ്പോൾ മാത്രമേ ഫൈനലൈസ് ചെയ്യൂ. ഏത് ചട്ടം ഉണ്ടാകുമ്പോഴും ഇതുപോലെയുള്ള ആപ്രിഹെൻഷൻസ് അതുപോലെ തന്നെ ആശങ്കകളൊക്കെ ഉണ്ടാകുന്നു. ഏതെങ്കിലും ആളുകളെ ബാധിക്കുന്ന കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സർവീസ് സംഘടനകൾക്ക് അത് ചൂണ്ടിക്കാണിക്കാം, ആ സമയത്ത് ചെയ്യാം. അതല്ല എങ്കിൽ പ്രിൻസിപ്പൽ ഡയറക്ടർ ഇപ്പം തന്നെ ചെയ്യാം, കമ്മീഷനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാം. അതിന്റെ കോപ്പി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ കമ്മീഷന് ഞങ്ങളുടെ കമ്മീഷനിലേക്ക് തന്നെ വന്നതിന്റെ കാരണം കമ്മീഷൻ ഇതിനകത്ത് നല്ലൊരു റോൾ വഹിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ ഡയറക്ടറുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് പ്രസക്തമാണ് എങ്കിൽ ഞങ്ങൾ പറയുന്നതുകൊണ്ട് ശരിയാണ് എന്ന് നിങ്ങൾ പറയും. പക്ഷെ ഞങ്ങൾ ജീവനക്കാരുടെ പക്ഷത്തിൽ നിന്ന് ജീവനക്കാരുടെ ആശങ്കകളാണ് പറയുന്നത്. ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ക്ലർക്കുമാരുടെ വിഷയം, OAമാർക്ക് പ്രൊമോഷൻ ഇല്ലാത്ത അവസ്ഥ, സെക്രട്ടറിമാരെയും BDOമാരെയും വീണ്ടും 2 തട്ടിലാക്കിക്കൊണ്ടുള്ള അവസ്ഥ, അതിൽ തന്നെ ജൂനിയർ BDOമാരെ ഉൾപ്പെടെ, അതായത് 2012 വരെ ADC ആയി, അത് അവരുടെ പ്രൊമോഷൻ ചാനൽ കൊണ്ട് കിട്ടി. പക്ഷെ അവർ നിലവിലുള്ള പിന്നെ BDOമാരെ നിലനിർത്തിക്കൊണ്ട് തന്നെ സീനിയറായ സെക്രട്ടറിമാർ താഴെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ പറയുന്ന കരട് റിപ്പോർട്ടിൽ ഞങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. ആ ആശങ്ക പരിഹരിക്കാനുള്ള ഞങ്ങളുടെ ഒരു ശ്രമം എന്ന നിലയിൽ കമ്മീഷനെയാണ് ഞങ്ങൾ ആദ്യം സമീപിക്കുന്നത്. കാരണം കമ്മീഷൻ ഇത് 1 വർഷം വളരെ നന്നായി പഠിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ കമ്മീഷൻ അതിനെക്കുറിച്ച് വ്യക്തമായി ആധികാരികമായി പ്രിൻസിപ്പൽ ഡയറക്ടറോട് പറയാൻ പറ്റും. അതാണ് തീർച്ചയായിട്ടും അത് ഞങ്ങൾ വിശദമായി തയ്യാറാക്കിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ അതിന്റെ ഒരു വിശദമായിട്ട് തന്നെ അല്ല അത് തയ്യാറാക്കി തരാം. സമയമുണ്ട് നിങ്ങൾക്കുള്ള ആശയങ്ങളും ഏത് സൊല്യൂഷൻ ഇതെല്ലാം വെച്ചാൽ പ്രോബ്ലം സൊല്യൂഷൻ കാഴ്ചപ്പാടാണ്. അപ്പൊ അത് വെച്ച് ആ മേഖലയിൽ നിങ്ങൾക്കുള്ള സജഷൻ ഉണ്ടാവും. സർ ഞങ്ങൾക്ക് എത്ര സമയം കിട്ടും? അതാണ് ഞാൻ അത് കുറവാണ്. അതാണ് കുഴപ്പം. ഇത്രയും വലിയൊരു റൂള് സമയം കിട്ടും. ഗവൺമെന്റ് കൊടുത്തതിന് ശേഷം അല്ല സാർ, നമുക്ക് അതിന് അങ്ങനെ മാറ്റം കിട്ടൂല. അത് മാറ്റം കിട്ടില്ല. നമുക്ക് ഞങ്ങളിപ്പോ വന്ന് പറയാൻ മലയാളത്തിൽ തയ്യാറാക്കി സാവകാശം തരണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ വന്നത്. മലയാളത്തിൽ തയ്യാറാക്കി അല്ലെങ്കിൽ അത് വലിയ മലയാളത്തിൽ അതിന്റെ ഡ്രാഫ്റ്റ് വേണം. അത്യാവശ്യം ചർച്ചകൾ താഴെ നടക്കണം. അത് പറയാനാണ് വന്നത്. കാരണം ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് സാർ, കമ്മീഷൻ ഈ ക്യാപിറ്റൽ റിപ്പോർട്ട് പുറത്തിറക്കിയപ്പോൾ ആദ്യത്തെ 2 ദിവസം എല്ലാവരും വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കാരണം കൃത്യമായി അവർ വായിക്കുമ്പോൾ പെട്ടെന്നൊന്നും ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് BOമാരുടെ പ്രൊമോഷൻ ഏറ്റവും അവസാനത്തെ BOയിൽ പോയതിനു ശേഷമേ ക്ലർക്കിന് പ്രൊമോഷൻ ഉള്ളൂ എന്നുള്ള കാര്യമൊന്നും ആദ്യം പുറത്തു വന്നില്ല. അത് പിന്നീട് ആവർത്തിച്ചുള്ള വായനകളിലാണ് ആളുകൾക്ക് ഇത് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മലയാളത്തിൽ വേണം എന്ന് പറയുന്നത്. സാവകാശം വേണമെന്ന് പിന്നെ കമ്മീഷനെ തന്നെ സമീപിച്ചു. കമ്മീഷൻ ഇത് പഠിച്ച് കരട് സമർപ്പിച്ചതുകൊണ്ട് ഗവൺമെന്റ് അതിന് കാര്യമായ മാറ്റം വരുത്തുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. കമ്മീഷൻ തന്നെയാണ് അതിനകത്ത് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളിലൂടെ ഒരു ഇറക്കം എന്ന നിലയിൽ ചെയ്യണം എന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ അതിന് കൂടുതൽ പരിഗണനയുണ്ട്. അതില് ജനറലി അതിന്റെ ഒരു ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇതിനകത്തുള്ള രണ്ട് കാര്യം 2 വർഷം കിട്ടും. ഒന്ന് ഇതിന്റെ ഒരു കാഴ്ചപ്പാട്, അത് കമ്മീഷൻ ഈ നിലവിലുള്ള ഗവൺമെന്റിന്റെ ജനറൽ ആയിട്ടുള്ളത്, പൊതുവെ നമ്മുടെ ഈ ഭരണഘടനാപരമായിട്ടുള്ളത്, അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കി നിലവിലുള്ള ഫംഗ്ഷണൽ ഇന്റഗ്രേഷൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നത്, അതിന്റെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ കമ്മീഷൻ അല്ല, ആ കരടിലോ എവിടെയും പറഞ്ഞിട്ടില്ല. കരടൊന്നും ജീവനക്കാരുടെ ഇടയിൽ അതൊന്നും പറയുന്നില്ല. അത് പറയുന്നില്ല. എങ്കിൽ പോലും നമ്മള് വളരെ റാഡിക്കലായി നമ്മളതിനകത്ത് ഫംഗ്ഷന്റെ ഓളം കൂടി വേണം നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെ അത് നിയമപരമായിട്ട് അവരംഗീകരിക്കും, ലോ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കും. അത് നമ്മളതിന് പോയി. പക്ഷെ അന്നപ്പം അതിന് ഇല്ലെന്നില്ല. അത് അടുത്തൊരു ഫംഗ്ഷണൽ മാനുവലിന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ ഇതിനൊരു ഷോർട്ട് ടേം സെറ്റ് ചെയ്തിരിക്കുന്ന ബോർഡ്, ഒരു ലോങ് ടേം കാഴ്ചപ്പാടുണ്ട്. അപ്പൊ ഇതിലുള്ള ബേസിക്കലി നിങ്ങൾ പറയുന്നില്ല, എനിക്ക് പറയാവുന്നൊരു കാര്യം, ഇത്തരം സ്പെസിഫിക് ഏരിയകളിൽ വരുന്ന ഫോർമുല ഏതെങ്കിലും ഒരു വിഭാഗത്തിന് 10 പേരായിക്കോട്ടെ 1000 പേരായിക്കോട്ടെ അവരെ വളരെ രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് റീവോട്ട് ചെയ്യാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ മുന്നിൽ
രണ്ട്, ഇത്തരം വരുന്ന കാര്യങ്ങൾ ഈ ഇതിന്റെ ജനറൽ കാഴ്ചപ്പാട് ഇതിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇതിന്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കാഴ്ചപ്പാടിനെ വലിയ രീതിയിലുള്ള മാറ്റം വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സെലക്ഷൻ വരുമ്പോൾ ഇതിന്റെ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഇതിലേക്ക് വരും. പക്ഷെ ആളുകൾക്ക്, വ്യക്തികൾക്ക്, ജീവനക്കാർക്ക് അവരുടെ രീതിയിൽ വരുന്ന അനീതിയോ അങ്ങനെ രീതിയിൽ അവർക്ക് ഈ വായ്പ ചില ഗ്രേരിയ ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ട് പരിഹരിച്ചു പോകാവുന്നത്. അതിന്റെ ഫോമുകൾ നമുക്ക് റിമോട്ട് ചെയ്യാം. പ്രാഥമികമായിട്ട് പഠിച്ച് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ്മാർക്ക് ലീഗൽ അസിസ്റ്റന്റ് ഇവരെ മാത്രമാണ് വരുന്നത്. ലീഗൽ അസിസ്റ്റന്റ്, ലെക്ചർ തസ്തികയിൽ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ്മാർ മാത്രമാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് അടക്കമുള്ള 14 ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർ നമ്മൾ ഡിപ്പാർട്ട്മെന്റിലോട്ട് തന്നത് നിങ്ങൾ സ്വാധീനിക്കും. തീർച്ചയായിട്ടും അതും നല്ല തീരുമാനം. കാരണം നേരത്തെ കുറച്ചുണ്ടായിരുന്നു, കുറച്ച് അത് പക്ഷെ ഹോൾഡ് ചെയ്യുന്നില്ല. ഇപ്പൊ മാറ്റി കൂടി വരുന്നു എന്നുള്ളത് കിട്ടുന്നതാണ്. അതെ, ഇപ്പൊ നമുക്ക് 14 ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി. അത് മാത്രമല്ല അധികാരിക അല്ല, മേഴ്സി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല. അത് താഴെത്തട്ടിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരാണ്. ഇവിടെ സെക്രട്ടേറിയറ്റ് കാഴ്ചപ്പാടെന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒന്നാണ്. ഒരു പ്രത്യേക പെർസെന്റേജ് ആകുമ്പോൾ നിലവിലുള്ളതുമാണ്. മറ്റവർക്കുള്ളതുപോലെ അതുപോലെ ഇപ്പോഴും ഈ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അധികാര വികേന്ദ്രണം എന്ന് പറയുന്ന ഇടമുന്നണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ വലിയ കാഴ്ചപ്പാടാണ്. ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് നേരത്തെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് കളക്ടറേക്കാൾ മുകളിൽ പദവി കൊടുത്തിരുന്നതാണ്. അവിടെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത് ഇവിടുത്തെ അണ്ടർ സെക്രട്ടറിയുടെ അതേ നിലയിലാണ്. ഇവിടുത്തെ നമുക്കറിയാം, ഇവിടുത്തെ സെക്രട്ടേറിയറ്റിലെ ആളുകളുടെ ജോലി എന്താണെന്ന് അറിയാം. അത് അത്രയും വലിയ അധികാരം കൈയാളുന്ന ഒരു സ്ഥലത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പോസ്റ്റ് ഇപ്പോഴും താഴെയാണെന്നാണ് എന്റെ അഭിപ്രായം, ഞങ്ങളുടെ അഭിപ്രായം. ഇത് അതൊന്നും അല്ലല്ലോ. ഇത് മൊത്തത്തിൽ സമഗ്രമായിട്ട് ആദ്യം പഠിക്കണം. ഓരോ ജില്ലയിലും ഓരോ ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ തസ്തിക കൂടുതലായിട്ട് വരികയാണ്. ഇതൊന്നും വെളിയിൽ തന്നെ ആളുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ് സെലക്ട് ചെയ്തത്. 14 ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെ തസ്തിക വരികയാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മാത്രമേ ഇനി PSC വരൂ. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറോ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി PSC നിയമനമില്ല. മുനിസിപ്പൽ സെക്രട്ടറി നിയമനമില്ല. അപ്പൊ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് ഒരാൾ പ്രവേശിച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറിയിൽ പ്രൊമോട്ട് ചെയ്ത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയിൽ പ്രൊമോട്ട് ചെയ്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് അയാൾക്ക് ജില്ലാ ഡയറക്ടറാകാം. പറഞ്ഞോട്ടെ, ഞാൻ സംസാരിച്ചോട്ടെ. ഇനി ഒരു കാര്യം, മുനിസിപ്പൽ സെക്രട്ടറി ഗ്രേഡ് 3 നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് പഞ്ചായത്ത് സെക്രട്ടറി പ്രൊമോട്ട് ചെയ്ത് മുനിസിപ്പൽ സെക്രട്ടറി 3 വരുന്നു. 3ൽ നിന്ന് 2 വരുന്നു. 2ൽ നിന്ന് 1 വരുന്നു. 1ൽ നിന്ന് നിങ്ങൾ കോർപ്പറേറ്റ് സെക്രട്ടറി ആവും. ജില്ലാ ജോയിന്റ് ഡയറക്ടർ ആയിരിക്കുന്ന അല്ലെങ്കിൽ ജില്ലയിലെ ജോയിന്റ് ഡയറക്ടർ പഞ്ചായത്ത് നാളെ തിരുവനന്തപുരം കോർപ്പറേറ്റ് സെക്രട്ടറി ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന നൂറുകണക്കിന് ഉന്നത പദവികളും അതുപോലെ തന്നെ അവസരങ്ങളും അത് നിങ്ങൾ കാണാൻ പോകുന്നു. സാറ് പറഞ്ഞത് തിയററ്റിക്കലായി ഞാൻ പറയട്ടെ, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ നിരാശപ്പെട്ടില്ലോ ഇല്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലീഗൽ അസിസ്റ്റന്റ് ആയിട്ട് LLB പാസ്സായ ആളുകൾക്ക് കോർപ്പറേഷനിൽ ലീഗൽ അസിസ്റ്റന്റ് ആയിട്ട് ഉയർന്ന പദവിയിൽ നിങ്ങളിൽ നിന്ന് മാത്രമാണ് എടുക്കുന്നത്. നിങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ നമ്മുടെ ആ പുതിയ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് PRD ഇരിക്കുന്ന ആളെ തിരിച്ചു പറഞ്ഞേക്കുകയാണ്. PDO ആയിട്ട് മറ്റ് വകുപ്പുകളിൽ നിന്ന് വന്നിരിക്കുന്നതെല്ലാം അവസാനിപ്പിക്കുകയാണ്. എന്തെന്ത് ചാൻസുകളാണ് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് പഠിക്കുക. ഈ സാർ പറഞ്ഞത് മനസ്സിലായി. ഇതൊക്കെ അത്യാവശ്യം പഠിച്ചിട്ട് തന്നെ വന്നത്. സെക്രട്ടറിയുടെ മുകളിലേക്ക് പഞ്ചായത്ത് ജീവനക്കാരെ സംബന്ധിച്ച് വലിയ സാധ്യതകളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഒരു വലിയ സാധ്യത വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരൊറ്റ മിനിറ്റ് വലിയ സാധ്യതകളുണ്ട്. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഈ പറഞ്ഞ സാധ്യതകളൊക്കെ വന്നിട്ടുണ്ട്. സാധാ ക്ലർക്കുമാരുടെ ആശങ്കകളാണ് ഇവിടെ പറയുന്നത്. അവർക്ക് അവിടെ എത്താൻ കഴിയില്ല. ഈ സെക്രട്ടറിയുടെ പോസ്റ്റിലേക്ക് എത്താൻ കഴിയില്ല. നാളെ സെക്രട്ടറി ആവണം, ഒരു 4 കൊല്ലം സെക്രട്ടറി ആയി ഇരിക്കണം എന്നുള്ള അതാണ് ഇല്ലാതാവാൻ പോണത്. അതാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുടെ ആശങ്ക. മുകളിൽ വരുന്നവർക്കൊക്കെ നല്ല സാധ്യതയുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. വലിയ സാധ്യത ഞങ്ങൾ ഉൾക്കൊള്ളുന്നു.
പക്ഷെ ഈ ആശങ്കകൾ വളരെ വലുതാണ്, കൂടുതൽ ജീവനക്കാരെ ബാധിക്കുന്നതാണ്. ഗ്രാമ പഞ്ചായത്തുകളെ ചലിപ്പിക്കുന്ന ജീവനക്കാരാണ്. അവരുടെ ആശങ്കയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് കറക്റ്റാണ്. ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തുകളായി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റികളായി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കട്ടിങ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ അകത്താണ് നികുതി പിരിവായി കഴിഞ്ഞാൽ എല്ലാതരം കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പം അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ടുമാര് അസിസ്റ്റന്റ് സെക്രട്ടറിമാരായിട്ട് മാറുന്ന രീതിയിൽ കാണുന്നു. അതിനകത്ത് തന്നെ ലോക്കൽ ഈ പറയുന്ന LSTD അസിസ്റ്റൻസ് ആയിട്ട് വരുമ്പോൾ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് തന്നെ വേറെ. ആ ഒരു ട്രെയിനിങ്ങളുടെ ആ ഒരു സർവീസ് വരുമ്പോൾ നമ്മൾക്കൊന്നും ഇപ്പോഴും നമ്മൾ അതിന്റെ ഒരു വൈകാരിക തലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ അതിന്റെ കുറച്ചൊന്നും ഒരു കടന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ ഈ ഒരു സർവീസ് വളരെ രീതിയിൽ ഇതിനകത്തുള്ള ഓരോരുത്തർക്കും അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇതായിട്ട് മാറുക. അപ്പൊ അതിനകത്തുള്ള ഇന്റർചേഞ്ചബിലിറ്റി, അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കും. ഈ വന്നിരിക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇമോഷണലായി വൈകാരികമായി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ ഒബ്ജക്റ്റീവായി ഡാറ്റ ബേസ് ചെയ്ത് വെച്ചിട്ട് തന്നെ നോക്കും. പക്ഷെ അതിന് പുറമെ നിങ്ങൾ കൂടെ ഒരു കൂട്ടായ രീതിയിൽ, കാരണം ഈ ഒരു ഫേസ് നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നത്. അപ്പൊ നിങ്ങളും അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ക്ലർക്കുമാരായിട്ടുള്ളവർ LSTD അസിസ്റ്റന്റുമാരാവും. അപ്പൊ അതിനകത്ത് സാധ്യതകൾ, ഇനി പുതിയ സാധ്യതകൾ ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വരുത്താൻ പറ്റും, അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അതിനുള്ള ഒരു അവസരമാണ്. ഡയറക്റ്റ് പോസ്റ്റിംഗ് എന്നുള്ളത് അല്ല സാർ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് പഞ്ചായത്ത് ജീവനക്കാരുടെ പ്രതിനിധികളാണ്. സംയോജിപ്പിച്ച ഈ LSTD അസിസ്റ്റന്റ് എന്ന് പറയുന്നതും ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നതൊക്കെ ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള ഒരാളിൽ ഇപ്പൊ നമ്മളിപ്പോ VEO എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റലിസത്തിന്റെ ഒരുപാട് മോശം പ്രവണതകൾ നമ്മൾക്കിടയിലെല്ലാം നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞാലും ഞാൻ അതിന് വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷെ പുതിയ ഇതിനകത്ത് വരുന്നതൊക്കെ ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ളതാണ്. LSTD അസിസ്റ്റന്റ് തന്നെയാണ് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ്. അയാൾക്ക് തന്നെ ഈ ഇതിനകത്ത് മുനിസിപ്പൽ ഇതിനകത്ത് സമാനമായിട്ടുള്ള മുനിസിപ്പൽ നമ്മുടെ ബിൽ കളക്ടർ മുനിസിപ്പൽ അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് ബിൽ കളക്ടറിന് തുല്യമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ബിൽ കളക്ടറിന്റെ പേര് മാറ്റിയിട്ടുണ്ട്, സ്വഭാവം മാറുന്നില്ലല്ലോ. ഞാൻ LD ആയിട്ടാണ് കയറിയിരിക്കുന്നത്. ഞാൻ പഞ്ചായത്ത് LD ആയിട്ടാണ് കയറിയിരിക്കുന്നത്. നാളെ ഞാൻ മുനിസിപ്പാലിറ്റി ഇത് ഒരുമിച്ച് ആ സമയത്ത് ഞാൻ മുനിസിപ്പാലിറ്റി പോകുമ്പോഴേ അവിടെ എന്റെ പേര് ഇതുപോലെ റവന്യൂ കളക്ടർ എന്നാ. അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ബിൽ കളക്ടറുടെ സ്വഭാവം സാർ, അത് ഇതിനകത്ത് ഞങ്ങളിപ്പോ വന്നത് പഞ്ചായത്ത് പ്രതിനിധി എന്ന നിലയിലാണ്. സാറിപ്പോ പറഞ്ഞത് സംയോജിപ്പിക്കപ്പെട്ട LSTD ഡിപ്പാർട്ട്മെന്റ് വകുപ്പിൽ സർവീസിൽ വളരെ ബെനിഫിറ്റ് ഉണ്ട്. ശരിയാണ്, ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾ ഈ സർവീസിലേക്ക് എത്തണ്ടേ, എങ്കിലല്ലേ ഞങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ആ സർവീസിലേക്ക് എത്തുന്നതിനുള്ള തടസ്സങ്ങളാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ. അതാണ് ഏറ്റവും വലിയ ആ സർവീസിൽ ഞങ്ങൾക്ക് ലാഭമൊന്നും വേണ്ട, പക്ഷെ ഉള്ളത് നഷ്ടപ്പെടാതെ ഞങ്ങൾ സംരക്ഷിക്കപ്പെടും. അതാണ് ഞങ്ങളുടെ വളരെ ചെറിയ ന്യായമായ ആദർശം. ഇത് അതിനുശേഷം വരുന്ന സർവീസിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ, ബെനിഫിറ്റ് ഉണ്ട്, കുറെ തസ്തികകളുണ്ടോ എല്ലാം ഞങ്ങൾ സജ്ജീകരിച്ചു. പക്ഷെ ഈ പറയുന്ന പഞ്ചായത്ത് ജീവനക്കാരൻ 50% ഡയറക്ടർ സെക്രട്ടറിമാർ, അതായത് 941 50% ഡയറക്ടർ സെക്രട്ടറിമാർ നിയമിക്കപ്പെട്ടാൽ എത്ര പേർക്ക് സെക്രട്ടറിമാരിലേക്ക് പ്രൊമോഷൻ കിട്ടും? അതിന് മുകളിലേക്ക് അവർ എത്ര പേർ കയറി പോകും? അവിടെയാണ് ഞങ്ങളുടെ ആശങ്ക. ആവർത്തിക്കപ്പെടുന്ന പ്രോസസ്സുമാണ് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും കൂടുതൽ ജീവനക്കാർ അവരെ കാണുന്നില്ല. 14,000-ഓളം പഞ്ചായത്ത് ജീവനക്കാരാണുള്ളത്. ഈ 14,000-ഓളം പഞ്ചായത്ത് ജീവനക്കാരും ബാക്കിയുള്ള ഒരു 6,000 ജീവനക്കാരും കൂടുന്ന 20,000-ഓളം വരുന്ന അടുത്ത LSC സർവീസിൽ പഞ്ചായത്ത് ജീവനക്കാരുടെ റേഷ്യോ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വളരെ കാര്യമായ നഷ്ടം പഞ്ചായത്ത് ജീവനക്കാർക്കുണ്ടാകും. പിന്നെ ഇപ്പൊ പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി തസ്തിക നിങ്ങൾക്ക് കിട്ടിയില്ല, ശരിയാണ്. പക്ഷെ ഒരു പഞ്ചായത്തിലെ സർവീസിൽ വന്ന ആളിനും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആവാൻ കഴിയും ഒരു 10 വർഷത്തിന് ശേഷം മാത്രം. നിലവിലിരിക്കുള്ള പഞ്ചായത്ത് ജീവനക്കാർക്കെല്ലാം ഇതുകൊണ്ട് വൻ നഷ്ടം മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് കാണാതെ റിപ്പോർട്ടിനകത്ത് ഇങ്ങനെയൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നതോടൊപ്പം അത് 10 വർഷം കഴിഞ്ഞ് സർവീസ് വരുന്ന ഒരാൾക്ക് മാത്രമാണ് ഗുണം. നിലവിൽ സർവീസിലുള്ളവർക്ക് അത് നിഷേധിക്കപ്പെടുകയും ചെയ്യും. കാരണം ഗ്രാമവികസന വകുപ്പിൽ 2010 BDO ആയ ആള് ADC ആയി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അവർ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഹയർ പോസ്റ്റുകളെല്ലാം ഉള്ളയും പഞ്ചായത്തിലെ ജീവനക്കാർക്ക് DDPക്ക് തുല്യമാക്കണം എന്ന് ഞങ്ങൾ ഞങ്ങളുടെ പ്രപ്പോസൽ ആവശ്യപ്പെട്ടിരുന്നു. അത് ഇല്ലാതെ മാത്രമല്ല, അത് ADCക്കും ADPക്കും തുല്യമാക്കി താഴോട്ട് ആ ജില്ലാ തലത്തിലുള്ള പോസ്റ്റ് താഴോട്ട് മാറ്റുക. താഴോട്ട് മാറ്റുമ്പോൾ ആ സ്വാഭാവികമായിട്ട് അതിനകത്ത് നഷ്ടം ഞങ്ങൾക്കുണ്ട്.
പിന്നെ BDOയും സെക്രട്ടറിയും തുല്യ സ്കെയിലുണ്ടായിരുന്നതിനെ ഒരു തസ്തികയും ഹയർ പോസ്റ്റിലേക്ക് കൊണ്ടുവരികയും ഒരു പോസ്റ്റിനെ അവിടെ തന്നെ നിലനിർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനെ ഡിഗ്രേഡ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തലത്തിലാണ് ഞങ്ങളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നത് പിന്നെ പെർഫോമൻസ് ഓഡിറ്റ് യൂണിറ്റിനെ സൂപ്പർവൈസർ ഉയർത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതിനെയും അത് ചെയ്തില്ല. മറിച്ച് അത് സെക്രട്ടറിയുടെ പോസ്റ്റിന് തുല്യമായി തന്നെ നിലനിർത്തുകയാണ് ഈ കാര്യത്തിൽ ചെയ്തത്. പെർഫോമൻസ് ഓഡിറ്റിന്റെ നമ്മളത് ഒരു ക്ലാരിറ്റി ഉള്ളത്. പെർഫോമൻസ് ഓഡിറ്റിന്റെ കാര്യത്തിൽ നിലവിൽ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. പല ആളുകളും ഉപയോഗിക്കും. അപ്പൊ തുടക്കത്തിൽ അത് നമുക്ക് കിട്ടിയിരിക്കുന്ന പെർഫോമൻസ് ഓഡിറ്റ് നിലവിൽ ഒന്നും ചെയ്യാൻ എല്ലാവർക്കും അവരുടേതായ പെർഫോമൻസ് ഓഡിറ്റുകൾ. അപ്പോൾ ഏകീകൃത LSTDയുടെ ഒരു പെർഫോമൻസ് ഓഡിറ്റ് സംവിധാനം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒന്നിട്ട് വന്ന ശക്തി. കാരണം ഇത് ഒന്നും സ്പെഷ്യൽ റൂളിലുള്ള പോസ്റ്റുകളില്ല. ആകെ സ്പെഷ്യൽ റൂളിലുള്ളത് ADCയുടെ ഒരു ജനറലും പെർഫോമൻസ് ഓഡിറ്റും. അത് സ്പെഷ്യൽ റൂൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാതിരിക്കാനും കഴിയും. അപ്പൊ അത്തരം നിയമപരമായ പരിമിതികൾ ഇതിനകത്ത് പല സ്ഥലത്തും പുനഃസംഘടന വരുന്നുണ്ട്. അത് പുനഃസംഘടന വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വന്നില്ലെങ്കിൽ പഞ്ചായത്ത് ജീവനക്കാരൻ സാറ് പറഞ്ഞതുപോലുള്ള ഒരു നേട്ടവും അതിനകത്ത് പഞ്ചായത്ത് ജീവനക്കാരന് അനുഭവിക്കാൻ കഴിയില്ല. കഴിഞ്ഞ അടുത്തൊരു 10 വർഷത്തേക്ക് പുതുതായി സർവീസിൽ വരുന്നവർക്ക് പ്രാക്ടിക്കുള്ളവർ റിട്ടയർ ചെയ്ത് പോകുന്ന അസിസ്റ്റന്റ് ആവും. ഹയർ സെക്കൻഡറി സ്കീം ആണല്ലോ തസ്തിക. ഹയർ സെക്കൻഡറി പാസ്സാകാൻ പറ്റുന്നു. ഹയർ സെക്കൻഡറി പാസ്സാകുന്നതാണ് LSTD അസിസ്റ്റന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലറിക്കൽ തസ്തികയല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത്. LSTD അസിസ്റ്റന്റ് എന്ന് പറയുന്നത് പോയാണ്. നിങ്ങളുടെ പിന്നെ ഉയർന്ന തസ്തികയിലോട്ടാണ് നിങ്ങൾ അടുത്ത PSC ഉയർന്ന തസ്തികയുടെ സ്കെയിൽ വേറെയാണ്. LDCയുടെ SSC അല്ല. ഹയർ സെക്കൻഡറി പാസ്സാകുന്ന ആളിന് ഉയർന്ന തസ്തികയിലാണ് നിശ്ചയിക്കുന്നത്. അത് ഒന്നുകിൽ PSC നിശ്ചയിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിക്കണം, അല്ലെങ്കിൽ അടുത്ത ശമ്പള വർഷത്തിൽ ശമ്പള വർഷം എടുത്തോളം വരാൻ പോകുന്നു. ശമ്പള വർഷം വരുന്ന അവസരത്തിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി ഇതെല്ലാം ഞങ്ങൾ കൊടുക്കുന്ന പ്രപ്പോസൽ ഗവൺമെന്റ് അംഗീകരിക്കണമില്ല. അംഗീകരിച്ചാൽ ഉയർന്ന സ്കെയിലാണ് തന്നെ. നിങ്ങൾക്ക് കേരളത്തിലുള്ള LD ക്ലാർക്കന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന വിഭാഗമായിട്ട് നിങ്ങൾ മാറും. പുതിയ ജീവനക്കാർക്ക് വൈകാരികമായി പറഞ്ഞു ഇതിന്റെ അകത്തൊരു ജീവനക്കാരുടെ ഒരു പക്ഷത്ത് നിന്നിട്ട് അതിന്റെ ഒരു ഓരോ സാധ്യതയും അതിനുവേണ്ടി ഒരുപാട് പുഷ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ബഹുഭൂരിപക്ഷം വരുന്ന ജീവനക്കാർക്ക് പ്രൊമോഷൻ അടയുന്ന ഒരു സംവിധാനമാണ്. അതൊരിക്കലും ഉണ്ടാവില്ല. സാറേ അത് നമ്മുടെ കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിച്ചു. അതാണ് എവിടെയാണ് അത് ഇപ്പൊ നമ്മൾ സാറിപ്പോ പറഞ്ഞതിന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് LD ക്ലർക്ക് ഇൻക്ലൂഡിംഗ് സ്റ്റോർ കീപ്പർ അതായത് ആ തസ്തികയാണ് എന്താക്കിയിരിക്കുന്നത് അർബൻ സർവീസ് അസിസ്റ്റന്റ്, റവന്യൂ കളക്ഷൻ അസിസ്റ്റന്റ്, LSTD അസിസ്റ്റന്റ് എന്ന് മാറ്റിയിരിക്കുന്നത്. അത് അടുത്ത പേര് വിഷനിലോ അതിൽ പഞ്ചായത്ത് ക്ലർക്കിനെ പറഞ്ഞിട്ടില്ല. സ്കെയിൽ മാറ്റും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലല്ലോ. അപ്പോ LD ക്ലർക്ക് എന്താവുന്നു, പേര് മാറി LSTD അസിസ്റ്റന്റ് ആവുന്നു എന്നുള്ളത് അസിസ്റ്റന്റ് ആവുന്നത് ഇതിലുള്ള റെവല്യൂഷണറി ആയിട്ടൊരു മാറ്റം തന്നെയാണ്. ശമ്പളം മാറുന്നത് LSTD അസിസ്റ്റന്റ് എവിടെയുണ്ട് അത് പഞ്ചായത്തിൽ എവിടെയുണ്ട്? പഞ്ചായത്തിന്റെ വകുപ്പ് പറഞ്ഞിട്ടില്ല അതിനകത്ത്. ഇത് ഇനി പഞ്ചായത്തില്ലല്ലോ. അടുത്ത നമ്മുടെ സാറേ ബാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും എടുത്തു പറഞ്ഞു LSTD എന്ന് സാറേ ഇതിനകത്ത് ഉണ്ടാവുന്നു. അതൊക്കെ ശരി. പഞ്ചായത്തായാലും നിങ്ങൾ തത്തുല്യമായിട്ട് വരുന്നത് പറയുമ്പോൾ സാറേ ഇക്കാര്യത്തിൽ പഞ്ചായത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ആരൊക്കെ ആകുമെന്ന് പറയുന്ന കൂട്ടത്തിൽ പഞ്ചായത്തിനായിട്ട് ആരും പറഞ്ഞിട്ടില്ല. സാർ എവിടെയുണ്ട്? സാറ് നോക്കില്ല ഇതിനകത്ത് പഞ്ചായത്ത് എവിടെയുണ്ട്? സാറ് കാണിച്ച ഗ്രാമപഞ്ചായത്തും ഗാന്ധിജിയുടെ സങ്കല്പം പോയി. സാറേ ബാക്കിയെല്ലാം പഞ്ചായത്ത് ഗാന്ധിയുടെ സങ്കല്പം പോയി, പഞ്ചായത്തില്ല. ഇത് വളരെ പക്ഷേ സാറ് സമഗ്രമായി പഞ്ചായത്തില്ല. പേര് നമ്പർ 11.
രാഷ്ട്രപിതാവിന്റെ ഒരു സങ്കല്പമുണ്ട്. എല്ലാ സ്ഥലത്തും SSLC-യാണ്. അതായത് ഹയർ സെക്കൻഡറി ആക്കി. അതെ, ഹയർ സെക്കൻഡറി ആക്കി മാത്രമല്ല ഇവിടുത്തെ പോലീസിന് സംഭവിച്ചതാണ്. സാറേ അത് അടുത്ത പുതിയ ജീവനക്കാർക്കല്ലേ ഗുണകരം. ഞങ്ങളത് നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ശമ്പള കമ്മീഷനിൽ ഞങ്ങൾ ഞാനൊരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നേ. ഞങ്ങൾ ഇങ്ങനെ വർഷങ്ങളോളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഞങ്ങൾ നിലവിലുള്ള ജീവനക്കാർക്ക് ഇനി വരുന്നവരുടെ ഭാവി എന്നുള്ളതിന് അപ്പുറത്തേക്ക് നിലവിലുള്ള ജീവനക്കാർക്ക് നഷ്ടം സംഭവിക്കാതെ, നേട്ടം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, നഷ്ടം സംഭവിക്കാതെ പ്രൊട്ടക്ട് ചെയ്യണം. അതിനുള്ള മാറ്റം ഈ കരട് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് ഒരു പെറ്റീഷൻ കൊടുക്കുക. അല്ല, അത് കൊടുക്കാം. ഞങ്ങൾ പക്ഷേ ഈ കരട് തയ്യാറാക്കിയ കമ്മീഷന്റെ മുമ്പാകെ ഞങ്ങൾ ഇത് ആവശ്യപ്പെടുക. അത് വിശദമായി തയ്യാറാക്കി തരാം. വിശദമായി തയ്യാറാക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിത് എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട പഠനവും പ്രചരണവും ആ പരിപാടികൾ തുടങ്ങാൻ പോകുന്നത് ഇന്ന് മുതൽ. അതിന്റെ അരമണികൾ കുറെ കൂടി കൂടുതൽ ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെ ഓരോരുത്തർക്ക് ചെയ്യാനുള്ള അവകാശവും ഈ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് സത്യസന്ധമായി ഇതിനെ സമീപിക്കുകയും ഉള്ള പ്രശ്നം യഥാർത്ഥത്തിൽ നമുക്കുള്ള പ്രശ്നം അത് ഇതിന്റെ മുന്നിലേക്ക് വരികയും അതുകൂടെ മനസ്സിലാക്കി ഇത് കൂട്ടായി പരിഹരിച്ചൊരു നല്ല രീതിയിലുള്ള ഒരു മറിച്ച് മറ്റൊരാൾ കാര്യം ചെയ്തത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ വരുമ്പോൾ അതിനുള്ള റിയാക്ഷൻ നമുക്ക് വേറെ വിഷയമാണ്. നമ്മളെ മുന്നിലുള്ള സത്യസന്ധമായിട്ടുള്ള സംഭാഷണം നമ്മളിപ്പോൾ നടന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആ ഒരു ഫേസിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പബ്ലിക് സ്കൂട്ടിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുക, അത് മനസ്സിലാക്കി അതിനുള്ളത് കറക്റ്റ് ചെയ്യാം. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് വേറെ ഒരു വിഷയം അപ്പൊ ഇതിന്റെ കരട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമോ? അല്ല, ചെയ്യാനുള്ള റിസോഴ്സോ ആളുകളോ നമ്മൾ ചെറിയൊരു സംവിധാനം നമ്മൾ ഈ ഒരു ചെറിയ സംവിധാനത്തിനകത്തോട് ചെയ്യും. അതുപോലെ വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കി ഉണ്ട്. അത് ഞാൻ ക്ലർക്കാണ് എന്നുള്ളത് കാറ്റഗറി ഇതിനകത്ത് നമ്മളിപ്പോ പറയുന്നത് എന്താണ്, നമ്മുടെ തൊഴിലാളികളുടെ താല്പര്യമാണ്, നമ്മുടെ താല്പര്യങ്ങളുടെ താല്പര്യമാണ് പെൻഷൻ പോലും കിട്ടാതെ അതിനെയൊക്കെ ഞങ്ങൾ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് ഒരു നിലപാട്, ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ച എന്ന് പറയുന്നത് നിൽക്കുന്ന സ്ഥലത്തിന്റെ കാഴ്ചയാണ്. ഈ മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ള കോമൺ സർവീസിനകത്ത് ഒരുപാട് കാറ്റഗറികളുണ്ട്. കുറെ കാലഹരണപ്പെട്ടത് ഇതിനും നമ്മൾ ഒരു വ്യവസ്ഥയില്ലാത്ത അവസ്ഥ നിലവിലുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മള് ഈ അതും നോക്കി ഇതും നോക്കി അങ്ങനെ ഞങ്ങളുടെ ഡിമാൻഡ് തെറ്റിദ്ധരിക്കേണ്ട. മറ്റുള്ളവർക്ക് കൊടുത്തത് കുറയ്ക്കണമെന്നല്ല ഞങ്ങളുടെ ഡിമാൻഡ്. ഞങ്ങൾക്കുള്ളത് പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. പഞ്ചായത്ത് ജീവനക്കാരോട് സാറിന് പറയില്ല. കാരണം അത് ഇത് വളരെ വ്യക്തമാണ്. പഞ്ചായത്ത് ജീവനക്കാർക്ക് ഒരു നേട്ടവും അടുത്ത ഭാവിയിൽ 10 വർഷത്തേക്ക് 10 അല്ല 15 വർഷം ഉണ്ടാവുമായിരിക്കാം. പറയൂ സാർ. ഈ വീഡിയോമാരായിട്ട് ഇരിക്കുന്നിടത്ത് ഞാൻ ഇപ്പോ ഇവിടെ താഴെ ബോർഡ് കമ്മീഷനിൽ 23 വർഷമായിട്ട് ക്ലാക്കായിട്ട് ഇരിക്കുന്നുണ്ട്. നേരെ മറിച്ച് വീഡിയോമാരും അവരെ ADC JDC കഴിക്കും. ആ ആളിന് ഒരു ആത്മവേദന ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇനി ഈ ഗ്രാമവികസന കമ്മീഷണറേറ്റ് ഇദ്ദേഹം ചീഫ് കമ്പ്ലർ വരുന്നതാണ്. അവിടെ വെറും 25 വർഷമായിട്ട് യൂണി ക്ലാർക്കായിട്ടിരിക്കുന്നതാണ്. യൂണി ക്ലാർക്കായിട്ട് ഇനി പിന്നെ എഞ്ചിനീയറിംഗ് സർവീസ് ഇപ്പോഴാണ് ഒരു AI പോസ്റ്റ് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ വളരെ മോശപ്പെട്ട സ്ഥിതിയിലിരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും കൊടുക്കരുതെന്നല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് കിട്ടാനുള്ളത്, അതായത് ഞങ്ങൾക്ക് നഷ്ടമുള്ള ഒരു പ്രപ്പോസൽ
ഇതിന് വ്യക്തമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പഞ്ചായത്ത് ജീവനക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും ഭാഗ്യ സ്വാധീനം ഞങ്ങൾ ആരും പറഞ്ഞല്ലോ, സാറ് തന്നെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ. സാറ് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം പറഞ്ഞത് ഞങ്ങൾ ഉദ്ദേശിച്ച അതേ ഉള്ളു. മനസ്സിലായില്ലേ? സാറ് തന്നെത്താൻ അത് പറഞ്ഞു. സാറ് പറഞ്ഞു 10-25 വർഷമായിട്ട് ഇരിക്കുന്നവർക്ക് കൊടുക്കണ്ടേ. സാറ് ഞങ്ങള് കണ്ട കാഴ്ചപ്പാട് സാർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിച്ചത് സാറ് പറഞ്ഞ സത്യസന്ധമായ മറുപടിയാണ്. നമ്മളിവിടെ ഇരിക്കുന്നത് ഒരു സത്യത്തിന്റെ പുറത്താണ്. ഞാനിവിടെ ഇരിക്കുന്ന ഒരു സത്യത്തിന്റെ പുറത്താണ്. ഇതിനകത്ത് ഒരു അജണ്ടയും ഇതിനകത്ത് കാരണം ഈ പ്രോസസ്സിനെ ലീഡ് ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ എനിക്കറിയാം എവിടെ നിന്നൊക്കെ എങ്ങനെയായിട്ടുള്ള സ്വാധീനങ്ങൾ വരുന്നുണ്ട്. അത് മുഴുവൻ നോക്കിയിട്ട് തന്നെയാണ് ഈ പ്രോസസ്സ് ചെയ്തതെന്നുള്ളത് 100% കൂടി എനിക്ക് പറയുന്നത്. ആ സത്യത്തിന്റെ ബലത തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കും ആ ഒരു സത്യം ഇല്ലെങ്കിൽ എനിക്ക് ഇതിലത്തെ കാരണം നമ്മൾ രാഷ്ട്രീയോ എല്ലാം നമ്മൾക്ക് അറിയുന്നത്, ഇതിന്റെ ഒരു ഡൈനാമിക്സ് എല്ലാം പലതും പറയുന്നത് എല്ലാ വശങ്ങളും പലതും നമുക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് ഈ പേസ് എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയൊക്കെ സംസാരിക്കുന്നതിന്റെ കാര്യം. ഈ പേസ് എന്ന് പറയുന്നത് ഇത് റിഫൈൻ ചെയ്യാനുള്ളതാണ്. ഇതിനകത്ത് എവിടെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇനി പഞ്ചായത്തുകാർ മറ്റവരെക്കാളൊക്കെ മോശമായിട്ട് അവഗണിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വരട്ടെ, മേശയുടെ മുകളിൽ വരട്ടെ. അതിനാലും ഇത് അപ്ലോഡ് ചെയ്തിരിക്കും. ഇതൊരു നമ്മൾ പറയുന്ന ഒരു റേഡിയോ രീതി മാത്രമുള്ള രീതിയിൽ നമ്മുടെ ഒരു നല്ല ചെറിയൊരു ഭാഗമാണ്. നമ്മൾ സംഭാഷണം നടത്തണം, ആളുകൾ സംസാരിക്കണം, സംസാരിച്ചിട്ട് ഒരു ഇതിലേക്ക് എത്തണം. അതിനകത്ത് ബേസിക്കലി വേണ്ട നമ്മുടെ സത്യസന്ധതയാണ്. ആ സത്യസന്ധത നമ്മൾ ഇതിനകത്ത് പാലിച്ചിട്ടുണ്ട്. സത്യസന്ധത നമ്മൾ ഇതിനകത്ത് പാലിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പ്രിൻസിപ്പൽ ഡയറക്ടർ വന്നിരിക്കുന്നത്. അതിന്റെ അതേ കോൺഫിഡൻസോട് കൂടിയാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്ലോഡ് ചെയ്തിരിക്കുന്നതിന് മുന്നിൽ എല്ലാവർക്കും വായിക്കാനുള്ള അവകാശമുണ്ട്. ന്യായമായ കാര്യങ്ങൾ അത് നമ്മളൊന്നും എല്ലാവർക്കും കൂടി ശ്രദ്ധയിൽപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അത് സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള നീതിപരമായ ഭാഗം ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ആരും എല്ലാം തികഞ്ഞ ആളുകളൊന്നുമില്ല, ഏത് ടീമായി കഴിഞ്ഞു. അപ്പൊ അത് വന്നിരിക്കുന്ന ഭാഗങ്ങൾ അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യം. ലോകത്തെല്ലാ ഇത്തരം പറഞ്ഞാൽ ഞങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ സാറിന്റെ ശ്രദ്ധയിൽ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾ ചെയ്യുന്നു. പിന്നെ സാറ് പറഞ്ഞ 25 വർഷമായിട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും അല്ലെങ്കിൽ അല്ല അങ്ങനെയുള്ള അതേ അവസ്ഥയിലാണ് പഞ്ചായത്തിലെ നിലവിലെ പഞ്ചായത്ത് സെക്രട്ടറിമാർ. 2003 ഡയറക്റ്റായിട്ട് സെക്രട്ടറിമാരായി കയറിയവർ 2018 സെക്രട്ടറിമാരെ മാത്രമായിട്ടിരിക്കുകയാണ്. ഈ കരട് റിപ്പോർട്ട് ഈ പറയുന്ന റൂൾ നടപ്പാക്കി കഴിഞ്ഞാൽ ആ സെക്രട്ടറിമാർ 2030 സെക്രട്ടറിമാരായി റിട്ടയർ ചെയ്യും. ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന് സാറ് പറഞ്ഞു. അല്ല, ഞങ്ങൾ വേണമെങ്കിൽ അതിന്റെ ഡേറ്റ ഗ്രാഫ് അനുസരിച്ച് ആക്കിയിട്ട് സാറിന് തരാം. അല്ല, അതാണ് ഞങ്ങൾ പറഞ്ഞത് സാർ. മനസ്സിലാക്കിയത് ആർഗ്യുമെന്റ്സ് നമ്മളൊരു കാര്യം പറയുന്നതിന് പുറകിലും ആ പറയുന്ന ആർഗ്യുമെന്റിനെ ഡാറ്റ എങ്ങനെ ഉണ്ടാക്കാം. ഡാറ്റ പല രീതിയിൽ വരാം. ഡാറ്റ നമ്മൾ ഒരുപാട് ട്രയാങ്കുലേറ്റ് വെരിഫൈ ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. ഓരോ സ്ഥലത്തും നമ്മൾ എത്ര തവണ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. RD വന്നിരിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഓരോരുത്തരും വന്നിരിക്കുന്ന ഡാറ്റ അത് നേരെ വിഴുങ്ങുകയല്ലോ ചെയ്യും. ആ ഡാറ്റ വെരിഫൈ ചെയ്യണം. ആ പ്രോസസ് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാനുള്ളത് അതിനകത്തുള്ളതാണ്. അതുകൊണ്ട് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് അതിനകത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധികളാണ്. അവരെല്ലാം ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവര് അതിന്റെ അകത്ത് വേണ്ട ഡാറ്റയുടെ ഒരു അത് സെക്രോസൈറ്റാണ്. അതിന്റെ വെച്ചിട്ട് നമ്മൾ ആർഗ്യുമെന്റ് പറയും. മറ്റേ നമ്മുടെ ഒരു മനക്കണക്കില്ല, അത് അങ്ങനെയാണ് നമ്മുടെ ഒരു കണക്ക് തെറ്റ്. ഡാറ്റ നമ്മൾ ഒരു എക്സൽ ഷീറ്റിൽ ഡാറ്റ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചുറ്റി വെരിഫൈ അത് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. അതുകൊണ്ടാണ് അത് വന്നത്. മനസ്സിലാക്കണം, അത് വന്നത് ഈ ഒരു പ്രോസസ് വളരെ വളരെ ഒരു പവിത്രതയുണ്ട് ഈ ഒരു സാധനം ചെയ്യുന്നത്. അതത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവരത് ഫൈനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾ ഇന്ന് എവിടെയാണ്, 5 വർഷം കഴിയുമ്പോൾ എവിടെയാണ് കൃത്യമായിട്ട് പറയാൻ ഞങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നിലവിലെ കരട് അല്ല, അതിന് പക്ഷെ ഞാൻ പറയുന്നത് കമ്മീഷൻ എന്ന രീതിയിൽ എല്ലാതരം ആധികാരികതയോടും കൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് കിട്ടിയിരിക്കുന്ന ഡാറ്റ പെർഫെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുന്ന് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഡാറ്റ കിട്ടുന്നത്, എന്ത് അനാലിസിസ് നിങ്ങൾ അതിന്റെ ബേസിൽ നടത്തുന്നത്? ഞങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത് കമ്മീഷൻ എന്ന രീതിയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇതിന്റെ, ഇപ്പൊ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇതിന്റെ മെമ്പർ സെക്രട്ടറി. വളരെ ആധികാരികമായി ആവശ്യപ്പെട്ട ഡാറ്റ അതിന്റേതായ പൂർണ്ണാർത്ഥത്തിൽ പല കാരണങ്ങളുണ്ട്. അപ്പൊ അത് ഒക്കെ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഇത് പെർഫെക്റ്റ് ആയ ഡാറ്റ എന്ന് പറഞ്ഞാൽ
സാറേ അത് വിശദീകരിക്കണ്ട സാറ്. അല്ല ഒരു ഒറ്റ ആ ഒരു പറഞ്ഞത് ഞങ്ങളുടെ അവസ്ഥയാണ് പറഞ്ഞത്. നിലവിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും 10 വർഷം കഴിഞ്ഞാലും ഉണ്ടാകുന്നതുമാണ് ഞങ്ങളിപ്പോ പറഞ്ഞത്. വശമുണ്ട്. അപ്പൊ ഇത്തരം ഇതിന്റെ സമഗ്രമായി നമ്മൾ ഇതിനെല്ലാം മനസ്സിലാക്കണം. നിങ്ങളുടെ അടുത്ത് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടുകൊണ്ടുള്ള ഒരു ഫൈനൽ നമ്മുടെ ഭാഗത്തുള്ള ഫൈൻ ഇത് ഈ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് നമ്മളോട് ആവശ്യപ്പെട്ട നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഷ്യോ വരുമ്പോൾ നിങ്ങൾ ഇന്റഗ്രേഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭിമാനകരമായ ഒരു സർവീസ് നടത്തുന്ന ആളുകൾ കേരളത്തിലെ LST സർവീസാണ്. അത് ഞങ്ങളുടെ അധ്വാനമാണ് സാർ. അതൊന്നും കൊണ്ടല്ല, അത് ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ തീരുമാനം. ഇനി ഇന്റഗ്രേഷൻ നടത്തിയതിനു ശേഷം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അഭിമാനകരമായ ഒരു സർവീസായിട്ട് ഇത് മാറും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 മാറും. അത് ശരിയാണ്. പക്ഷേ പഞ്ചായത്ത് ജീവനക്കാർ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിപ്പോ. ഒരു മിനിറ്റ് സാർ, ഇപ്പോഴത്തെ രീതിയിൽ ഈ കരട് വെച്ചുകൊണ്ടാണ് LSTD സർവീസ് ഉണ്ടാകുന്നതെങ്കിൽ ജീവനക്കാരുടെ പ്രത്യേകിച്ച് പഞ്ചായത്ത് ജീവനക്കാരുടെ ആ പുറയിൽ നഷ്ടപ്പെടുന്ന ജീവനക്കാരെ വെച്ചിട്ട് ട്രാപ്പിലാണ് സാറ് ഉണ്ട് സാർ, ഉണ്ട് സാറിനെ നിയന്ത്രിക്കുന്ന അദ്ദേഹം ഫൈനലൈസ് ചെയ്താൽ പോയേക്കണം. നിങ്ങൾ എഴുതി കൊടുക്കൂ, ഞങ്ങൾ കണ്ടോളാം എന്നാ പറഞ്ഞു. അദ്ദേഹം ആരോപണകരല്ല, അദ്ദേഹം അല്ല അങ്ങനെയൊന്നും പറയാനല്ല. നമ്മൾ സംസാരിക്കണ്ടായിരുന്നു, ഇപ്പൊ തോന്നിയെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയില്ല വകുപ്പിന്റെ അല്ല ഞങ്ങൾ പറഞ്ഞത് സാർ. ഈ പറയുന്ന LSTD സർവീസ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് സാർ അത് അല്ല, ഞങ്ങൾ അതിലൊന്നും വിയോജിപ്പിക്കുന്നില്ല സാർ. അതിലൊന്നും വിയോജിപ്പില്ല. ഇപ്പൊ അതിലെ കമ്മീഷൻ എത്ര ഓരോ സ്വാഭാവികമായിട്ടും എക്സ്പീരിയൻസ് ഇതിന്റെ തുടക്കം മുതൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ നേരിട്ട് അറിയാവുന്നവരാണ്. അതേപോലെ നിങ്ങൾ ഏത് കാര്യം 97 മുതലുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി അതൊരു ഒഫീഷ്യൽ രീതിയിലല്ല, പൊളിറ്റിക്കലി ഇതിന്റെ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഓരോരുത്തരുടെ രീതി പറയുന്ന രീതി മാത്രമല്ല അതിന് അതിലൊന്നും ഇല്ല. ഞങ്ങളിപ്പോ പറഞ്ഞു വന്നത് ഇതാണ്, LSTD സർവീസ് ഈ അഭിമാനമുള്ള ഒരു സർവീസായി മാറണമെങ്കിൽ ഈ ആശങ്ക അല്ലെങ്കിൽ കാരണം പ്രൊമോഷൻ കിട്ടാം. ഇപ്പം ഏറ്റവും താഴെ തട്ടിൽ ചലിക്കണമെങ്കിൽ ക്ലർക്കുമാർ ചലിക്കണം. ഈ ക്ലർക്കുമാർക്ക് അവരുടെ മുകളിൽ അവർ നോക്കിക്കൊണ്ടിരിക്കെ അവർക്ക് കിട്ടേണ്ടുന്ന പ്രൊമോഷൻ പോസ്റ്റുകളിൽ മറ്റുള്ളവർ വന്നിരുന്നാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില ഏരിയകളിൽ ചില പ്രശ്നങ്ങൾ അപ്പൊ അത് പരിഹരിക്കാനുള്ള ഒരു പോസിറ്റീവായ സമീപനം കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ആ രീതിയിൽ അത് പ്രിൻസിപ്പൽ ഡയറക്ടറാണ് അതിന്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം നമ്മളോട് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. അതൊക്കെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് അവസാനം നമ്മൾ അതിന്റെ തീർച്ചയായിട്ടും ഞങ്ങളിത് വിശദമായി തന്നെ ഒരു പ്രപ്പോസൽ ആക്കി സാറിന് തരാം. ഞങ്ങൾക്ക് സാവകാശം തരണം. അത് ഞങ്ങൾക്കെന്ന് മാത്രമല്ല സാറിനൊന്ന് ആവശ്യപ്പെടാമല്ലോ. ഇത് സമയം ഒന്നും ഇപ്പൊ എന്റെ കയ്യിൽ നമ്മളിവിടെ സാറേ ഇക്കാര്യത്തിൽ കമ്മീഷൻ തന്നെ മുൻകൈ എടുക്കണം. അതിൽ വേറെ തർക്കമില്ല. വേറെ ആര് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ പറയുന്നതല്ലാതെ മറ്റാര് പറയുന്നതും പിന്നെ ഗവൺമെന്റ് കേൾക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മീഷനെ അപ്രോച്ച് ചെയ്തത്. നമ്മൾക്ക് അതിനുള്ള ഒരു റിസോഴ്സ് ഒന്നും ഇവിടെ ഇല്ല. കാരണം ഇതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾ പിന്നെ ഉറക്കൊഴിഞ്ഞ് പഠിച്ച ഒരു സംഭവമാണ് സാറിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. 2.5 മണിക്കൂറോളം നമ്മളൊന്ന് സംസാരിച്ചു. അതിനകത്തുള്ള ഒരു കാര്യം ഇതിനകത്തേക്ക് വന്നിട്ടില്ല. വളരെയധികം അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം പറയാൻ കാരണം പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക വകുപ്പിന് ഇതിന് അമിത പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. അത് വാസ്തവമാണ്. ഇനി ആര് നിഷേധിച്ചു കഴിഞ്ഞാലും അത് പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ അതിനകത്ത് കാണുന്നുണ്ട്. അത് നമ്മളത് പറയുന്നില്ല, ഏത് വകുപ്പാണെന്നൊന്നും പറയുന്നില്ല. അതിനകത്തുണ്ട് ജീവനക്കാർ വളരെ അസ്വസ്ഥരാണ്. അത് പിന്നെ സാറേ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റയുടെ കാര്യം പിന്നെ കമ്മീഷന്റെ കയ്യിലും ഡാറ്റയുണ്ട്, ഞങ്ങളുടെ കയ്യിലും ഡാറ്റയുണ്ട്.
ആ ഡാറ്റകളെ കമ്മീഷൻ അവലോകനം ചെയ്യുന്ന രീതിയിലല്ല ഞങ്ങൾ അവലോകനം ചെയ്യുന്നത്. ഞങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടാകും എന്ന രീതിയിലാണ് ഞങ്ങൾ അവലോകനം ചെയ്യുന്നത്. ഞങ്ങൾ അതിന്റെ പഠന റിപ്പോർട്ട് യെസ് ഞങ്ങൾ അതിന്റെ പഠന റിപ്പോർട്ട് എന്ന രീതിയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ഉണ്ടാക്കി 5 ഡിപ്പാർട്ട്മെന്റുകളും ഗവൺമെന്റിൽ 5 പ്രപ്പോസൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതകത്തുള്ള കാര്യം. പക്ഷെ അതിനകത്തൊക്കെ അതൊക്കെ നമ്മൾ പരിശോധിച്ചത്. അപ്പൊ അതിനകത്തൊക്കെയുള്ള അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. കാരണം ഓരോ സ്ഥലത്ത് നിന്നിട്ട് നോക്കുമ്പോൾ അതിന്റെ ഒരു പാർഷ്യാലിറ്റി അതിന്റെ ഒരു സാധനം റിഫ്ലക്ട് ചെയ്യും. അല്ല, ഞങ്ങളുടെ റിക്വസ്റ്റ് ഇത്രയുള്ളൂ. ഇതിൽ മാറ്റങ്ങൾ ആവശ്യമാണെന്നുള്ള കമ്മീഷൻ തന്നെ മുൻകൈ എടുക്കണം. ഞങ്ങൾ അതിന്റെ വിശദമായ ഒരു പഠനം കുറച്ച് സമയം ഞങ്ങൾക്ക് തരണം. വിശദമായ പഠന റിപ്പോർട്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ രീതി അതാണ്. കഴിഞ്ഞ റിപ്പോർട്ട് വളരെ നല്ല റിപ്പോർട്ടായിരുന്നു. നമ്മളൊക്കെ വായിച്ചാൽ ഞങ്ങൾ അതേപോലെ തന്നെ വിശദമായ പഠന റിപ്പോർട്ട് തന്നെ സാറിന് തരും. അപ്പോൾ അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. കാരണം ഇതിനകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് പിന്നെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അത് പിടികിട്ടുന്ന രീതിയിലല്ല. അപ്പൊ അതുകൊണ്ട് പറ്റുമെങ്കിൽ അത് മലയാളത്തിൽ പിന്നെ തയ്യാറാക്കി തരണമെന്നാണ് ഞങ്ങൾ ഇതിനകത്ത് ആവശ്യപ്പെടുന്നത്. കൂടുതൽ സാവകാശം കൂടി ഞങ്ങൾക്ക് തരണം എന്നാണ് ഞാൻ. മാത്രമല്ല പ്രധാനപ്പെട്ട റിക്വസ്റ്റ് കമ്മീഷൻ തന്നെ ഇതിലൊരു മാറ്റത്തിന് മുൻകൈ എടുക്കണം എന്നതാണ്. എന്തായാലും ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഞങ്ങളുടെ നഷ്ടം ഒരുപാട് വലുതാണ്. അത് കമ്മീഷൻ ബോധിപ്പിക്കുക. അതിനകത്ത് കൂട്ടിച്ചേർത്ത് ഞാൻ പറയുന്നത് ഒരു രീതിയിലും നമ്മളതങ്ങനെ ഒരു നഷ്ടം വരുത്തണം എന്ന് വെച്ചിട്ട് വന്നതല്ല. സ്വാഭാവികമായിട്ടും ഉള്ള കാര്യങ്ങൾ നോക്കിയ ശേഷം അതിനകത്തുള്ള ഏതൊക്കെ മാറ്റങ്ങൾ ഏതൊക്കെ വരണം. പക്ഷെ ഫീൽഡ് റിയാലിറ്റി ഇതാണ്. പഞ്ചായത്ത് ജീവനക്കാരെ വളരെ വില കൊടുക്കേണ്ടതെന്ന ഒരവസ്ഥയിലാണ്. സബോർഡിനേറ്റ് സർവീസിനകത്തുള്ള ജീവനക്കാർ അതിന് മുകളിലേക്ക് പോകില്ല. സെക്രട്ടറി തസ്തികയിലുള്ള ജീവനക്കാർ മുകളിലേക്ക് പോകില്ല. അത് ഡാറ്റ വെച്ച് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കും. ജില്ലാ തലത്തിലുള്ള മുഴുവൻ ഒരു പ്രത്യേക വകുപ്പിൽ നിന്ന് വരാൻ വേണ്ടി അതായത് വിഇഒ ക്ലർക്ക് അതേപോലെ ബ്ലോക്ക് ചില മേഖലകളുണ്ട്. റീവർക്ക് ചെയ്യാവുന്ന ചില ഏരിയകൾ നോക്കാം എങ്ങനെ ഏത് രീതിയിലാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് 30% സെക്രട്ടറി തന്നെ എഴുതി വെച്ചാൽ മുകളിലേക്ക് ഈ പറയുന്ന ജീവനക്കാരനൊന്നും കിട്ടില്ല. ഒരിക്കലും കിട്ടില്ല. അത് ഇത്ര നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്താ സാറേ? മറ്റൊരു വകുപ്പിലും ഇല്ലാത്ത ഇത്രയും ഡെപ്യൂട്ടി കളക്ടർമാരുടെ പിന്നെ എന്തായാലും ഒരു സെക്രട്ടറി ആയിട്ട് ഒരാൾ പുതിയതായിട്ട് പോസ്റ്റിൽപ്പെട്ടാൽ എത്ര നാളെടുക്കും ഈ പഞ്ചായത്തിന്റെ പെൻഷനെ പറ്റി പഠിക്കും? നിലവിൽ പ്രമോഷനായി വരുന്നതിനെ സംബന്ധിച്ച് വല്ല സമയം വേണം. അവർക്കറിയാവുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ പരിശോധിക്കണം. ശരി സാർ. അവഗണന അവസാനിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും കാവലാളാകേണ്ടതുണ്ട്. ഇന്ന് ഉയർത്താൻ മടിക്കുന്ന കൈകൾ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല.